ഹലോ ഗൈസ്, 100 ഡേയ്സ് ഓഫ് ചലഞ്ചിൻ്റെ 36th ഡേ ആണ്. ഇന്നത്തെ വർക്കൗട്ട് ബാക്കിനും ബൈസെപ്സിനുമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ബാക്കിന് 6, ബൈസെപ്സിന് 6, 12 വർക്കൗട്ടാണ് പ്രോഗ്രാം ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വർക്കൗട്ട് കേബിൾ ന്യൂട്രൽ ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ്. ക്ലോസ് ടു ഫെയിലിയറിലോട്ടാണ് നോക്കുന്നത്. ഞാൻ ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കും എല്ലാ സെറ്റും വർക്കൗട്ട് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ലൂസിങ് ആണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർക്കൗട്ട് ടീ ബാർ റോ മെഷീനാണ്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ് ക്ലോസ് ടു ഫെയിലിയർ. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ തന്നെ കേബിൾ സീറ്റഡ് ഡ്രോ ആണ്. അതും 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ് ക്ലോസ് ടു ഫെയിലിയർ. ഫോക്കസ് ചെയ്യുക ബാക്കിലായിരിക്കും വർക്കൗട്ട്. ബാക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ ബാക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. അതും ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം. ഗ്രിപ്പ് എടുത്തിരിക്കണം, ലോങ് ആയിട്ടിരിക്കണം, ചെറിയൊരു ബെൻഡ് മാത്രം. അത് കഴിഞ്ഞിട്ടുള്ളത് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നാലാമത്തെ വർക്കൗട്ട് സിംഗിൾ ആം ഡംബിൾ ഡ്രോ ആണ്. 10 മുതൽ 15 റെപ്പറ്റീഷൻ 4 സെറ്റ് വർക്കൗട്ട്. ലെഫ്റ്റ് ഹാൻഡിലും റൈറ്റ് ഹാൻഡിലും സെയിം കൗണ്ട് എടുക്കുക, കൗണ്ട് ചെയ്യുക. അത് കഴിഞ്ഞ് റൈറ്റ് ഹാൻഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ്. അത് കഴിഞ്ഞ് അടുത്ത ഹാൻഡിലോട്ട് പോവുക. മാക്സിമം റെസ്റ്റ് എടുത്തിട്ട് വർക്ക് പോവുക. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ എൻ്റെ പ്രോഗ്രാം എങ്ങനെയാണെന്നുള്ളത്. റെസ്റ്റ് എടുത്തിട്ട് സിംഗിൾ ആം ഡംബിൾ ഡ്രോ കംപ്ലീറ്റ് ചെയ്യുക. 12 റെപ്പറ്റീഷനോട് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പുറം 12 ആയിരിക്കണം. മാക്സിമം 10 മുതൽ 15 ഇൻ ബിറ്റ്വീൻ നിൽക്കുക. വെയിറ്റ് കൂട്ടി ഓവർലോഡ് ചെയ്യുക. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സീറ്റഡ് അപ്പർ ബാക്ക് റോ ആണ്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ് ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോവുക. ആദ്യത്തെ ലൈറ്റ് വെയിറ്റിൽ തുടങ്ങുക, പിന്നെ വെയിറ്റ് കൂട്ടി പോവുക. 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് റിവേഴ്സ് ഗ്രിപ്പ് ലാറ്റ് പുൾ ഡൗൺ. ഇത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക. ട്രൈസെപ്സ് കംപ്ലീറ്റ് ആയി. റിവേഴ്സ് ഗ്രിപ്പ് കൂടെ ഉണ്ട്, റിവേഴ്സ് ഗ്രിപ്പ് ലാറ്റ് ഡൗൺ കൂടെ ഉണ്ട്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം. അത് ഈച്ച് ഹാൻഡിനാണ് ചെയ്യുന്നത്. റിവേഴ്സ് ഗ്രിപ്പ് എന്ന് പറയും. ലാറ്റ് പുൾ ഡൗൺ ആണ് ചെയ്യേണ്ടത്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ. ബാക്കിൻ്റെ വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ബൈസെപ്സിൻ്റെ വർക്കൗട്ടാണ്. ബാക്ക് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് എടുത്തിട്ട് ബൈസിന് വേണമെങ്കിൽ കൊടുക്കുക, വേണമെങ്കിൽ ബൈസിന് കൊടുക്കുക. റെസ്റ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് ടയർഡ് ആണെന്നുണ്ടെങ്കിൽ ബൈസെപ്സിൻ്റെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് ഡംബൽ കേളാണ്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ ക്ലോസ് ടു ഫെയിലിയർ. സിംഗിൾ ആമാണ്, ഓൾട്ടർനേറ്റീവ് ഡംബലാണ്. കൗണ്ട് സെയിം കൊടുക്കുക. ഇച്ചിരി വെയിറ്റ് കൂട്ടിയിട്ടിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത്. ഞാൻ സ്റ്റാർട്ടിങ് തുടങ്ങിയിരിക്കുന്നത് 15 ആണ്. നിങ്ങൾക്ക് എത്ര വേണമെന്നില്ല. ലൈറ്റ് വെയിറ്റ് തുടങ്ങാം. മാക്സിമം ഐസൊലേറ്റ് ചെയ്യാതെ ചെയ്യുക. ക്ലോസ് ടു ഫെയിലിയർ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 1 നമ്പർ ഡംബിൾ പ്രീ ആർച്ചർ കേളാണ്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ് ക്ലോസ് ടു ഫെയിലിയർ ആണ് പോകുന്നത്. ഡംബിൾ കേൾ ചെയ്യുന്നത് കണ്ടു ഫെയിലിയറിലോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്രയും പോവുക. എല്ലാവരും അതുപോലെ വർക്കൗട്ട് ചെയ്യുക ക്ലോസ് ടു ഫെയിലിയർ വരാൻ വേണ്ടി. 1 ആം ഡംബിൾ പ്രീ ആർച്ചർ കേളാണ് അടുത്തത്. രണ്ടാമത്തേത് 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ. അത് ഈച്ച് ഹാൻഡിനാണ് കൊടുക്കേണ്ടത്. 10 കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പുറം 10 കൊണ്ട് കൊടുക്കുക. അതും ക്ലോസ് ടു ഫെയിലിയറിലോട്ട് വേണം പോകാൻ. കറക്റ്റ് പൊസിഷൻ ആയിരിക്കണം. കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. ഓൾട്ടർനേറ്റീവ് ഡംബൽ കേളാണ്. അതിൽ 1 ആം ഡംബൽ പ്രീ ആർച്ചർ കേളാണ് രണ്ടാമത്തെ വർക്കൗട്ട്. അപ്പോൾ അത് ക്ലോസ് ടു ഫെയിലിയർ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ നോക്കുക. ചെറിയ സപ്പോർട്ട് കൊടുക്കുക. വെയിറ്റിൽ ആഡ് ചെയ്ത് വെയിറ്റ് ആഡ് ചെയ്ത് പോവുക. ഓവർലോഡിലോട്ട് തന്നെ പോവുക. ക്ലോസ് ടു ഫെയിലിയർ ആയിരിക്കണം. കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട മസിൽസാണ്. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ വർക്കൗട്ട് സ്റ്റാൻഡിങ് ഡംബിൾ വെയിറ്റർ കേളാണ്. 10 മുതൽ 15 റെപ്പറ്റീഷൻ 4 സെറ്റ് വെച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഫസ്റ്റ് പ്രോഗ്രാം തന്നെ 10 മുതൽ 15 റെപ്പറ്റീഷൻ ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോവുക. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ സീറ്റ് ഡംബിൾ ഹാമർ കേളാണ്. അതും 10 മുതൽ 15 റെപ്പറ്റീഷൻ ക്ലോസ് ടു ഫെയിലിയറിലോട്ട് പോവുക. ഹാമർ കേളാണ് വർക്കൗട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് പൊസിഷൻ ഇത് കാണിച്ചു തരുന്നതേ ഉള്ളൂ. സീറ്റഡ് ആണ്. മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുക. നല്ല പമ്പ് കിട്ടും. അത് ക്ലോസ് ടു ഫെയിലിയർ ആണ്. സീറ്റ് ഡംബൽ കേളാണ് ചെയ്തേക്കുന്നത്. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ 5-ാമത്തെ വർക്കൗട്ടാണ്. പ്രീ ആർച്ചർ കേളാണ് 5-ാമത്തെ വർക്കൗട്ട് വരുന്നത്. ഇത് മാക്സിമം സ്ലോലി ചെയ്യുക. ഒരു സെറ്റ് കംപ്ലീറ്റ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ ഇത്രയും ലെങ്തി ആക്കിയത്. വ്യത്യാസം വരുന്നുണ്ട്. എനിക്കിപ്പോൾ 85 കിലോ ആയി. 1 കിലോയാണ് കുറഞ്ഞത് അടുത്ത 3 ആഴ്ച കൊണ്ട്. സ്ലോലിയാണ് വെയിറ്റ് കുറയുന്നത്. ഒരു ടൈം കഴിഞ്ഞ പിന്നെ അത് കഴിഞ്ഞ് ഇത് വേറെ ബാക്കിൽ നിന്ന് എടുത്ത് കാണിക്കുന്നതേ ഉള്ളൂ. എനിക്ക് വെയിറ്റ് കുറയുന്നതും അതുപോലെയാണ്. വെയിറ്റ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞാൽ ഓൾറെഡി വർക്കൗട്ടും മാറ്റും, ഫുഡിൻ്റെ ഡയറ്റും മാറ്റും. എന്നാൽ മാത്രമേ എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഡെയിലി വെയിറ്റ് ട്രെയിനിങ് ആണ് ചെയ്യുന്നതും.
പിന്നെ ഉള്ള വർക്കൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ ആർച്ചർ കേളാണ് അടുത്ത വർക്കൗട്ട് വരുന്നത്. ഇത് ഇച്ചിരി ലെങ്തിയാണ് ഈ വീഡിയോ, നിങ്ങൾക്ക് ഇത് അറിയാൻ വേണ്ടിയാണ്. അത് കഴിഞ്ഞ് പ്രീ ആർച്ചർ കേൾ 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക, ക്ലോസ് ടു ഫെയിലിയർ. ഇതാണ് പ്രീ ആർച്ചർ കേൾ വരുന്നത്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ സ്ലോലി കംപ്ലീറ്റ് ചെയ്യുക, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക. ഫോക്കസ് ചെയ്യണം, ബൈസെപ്സിന് അടിക്കണം. ഇന്നർ മസിലും ഉണ്ട്, ഔട്ടർ മസിലും ഉണ്ട്. ഇന്നർ മസിലിന് ഫോക്കസ് കൊടുക്കുക. താഴോട്ട് പോകുമ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് ചെയ്യുക. അതും ക്ലോസ് ടു ഫെയിലിയറിലോട്ട് തന്നെ പോകണം, എന്നാൽ മാത്രമേ അതിനനുസരിച്ചുള്ള റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. 2 വർക്കൗട്ട് ആകുമ്പോൾ നമ്മൾ ടയേർഡാവും, എന്നാലും കുഴപ്പമില്ല. കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് വെയിറ്റ് ലൂസ് ചെയ്യാനും പറ്റും, മസിൽ ഗെയിൻ ചെയ്യാനും പറ്റും. അത് കഴിഞ്ഞുള്ള വർക്കൗട്ട്, ലാസ്റ്റ് വർക്കൗട്ട് ഇൻക്ലൈൻ ഡംബൽ ഹാർമക്കലാണ്. 10 മുതൽ 15 റെപ്പറ്റീഷൻ വരെ 4 സെറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ഇതാണ് ബൈസെപ്സിൻ്റെ വർക്കൗട്ട്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരിക. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ വീഡിയോ ഇടാം. താങ്ക് യു സോ മച്ച്. ഇന്നലെ ഓഫ് ഡേ ആയിരുന്നു, റെസ്റ്റ് ഡേ ആയിരുന്നു. ഓക്കെ, ഇപ്പോൾ അടുത്തൊരു വീഡിയോ നാളെ കാണാം.